പാശ്ചാത്യ തത്വചിന്തയെ മൊത്തത്തിൽ മാറ്റിമറിച്ചൊരു പുസ്തകമുണ്ട്. അതാണ് പ്ലേറ്റോയുടെ റിപ്പബ്ലിക്. നമ്മളിന്ന് നീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ പല ആശയങ്ങളുടെയും വേരുകൾ ചെന്നെത്തുന്നത് ഈയൊരു ഗ്രന്ഥത്തിലാണ്. അപ്പോൾ എന്താണിതിനെ ഇത്രയധികം പ്രധാനപ്പെട്ടതാക്കുന്നത്? നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചൊല്ലാം. എന്താണ് നീതി, അല്ലേ? ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ഭയങ്കര വലിയ ശ്രമം തന്നെയാണ്. ഒരുപക്ഷേ തത്വചിന്തയുടെ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു ശ്രമം വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം എഴുതിയത്. എന്നിട്ടുപോലും അതിലെ ആശയങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ രാഷ്ട്രീയ ചർച്ചകളെയും സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നുണ്ട്. രസമെന്താന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളത് അറിയുന്നുപോലുമില്ല. അപ്പോ പ്ലേറ്റോയുടെ ഉത്തരം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വളരെ രസകരമായ ഒരു വലിയ ആശയത്തിൽ നിന്നാണ്. അദ്ദേഹം പറയാണ്, നീതിയുള്ള ഒരു രാഷ്ട്രമെന്ന് പറയുന്നത് നീതിയുള്ള ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ ഒരു വലിയ പതിപ്പ് പോലെയാണ്. അതായത്, ഒരു രാജ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം. സിമ്പിൾ. പ്ലേറ്റോയുടെ അഭിപ്രായത്തില് നമ്മുടെ ആത്മാവിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്ന യുക്തി. രണ്ടാമത്തേത് ധൈര്യവും ആവേശവുമൊക്കെ തരുന്ന ആത്മചൈതന്യം. പിന്നെ നമ്മുടെ വിശപ്പും ദാഹവും പോലുള്ള ആഗ്രഹങ്ങൾ. ഇതേ 3 ഭാഗങ്ങൾ തന്നെയാണ് അദ്ദേഹം ഒരു മാതൃകാപരമായ രാഷ്ട്രത്തിലും കാണുന്നത്. എങ്ങനെയാണെന്നല്ലേ? യുക്തിക്ക് തുല്യമായി കാര്യങ്ങൾ ചിന്തിച്ചുറപ്പിച്ച് ഭരിക്കുന്ന തത്വജ്ഞാനികൾ, ആത്മചൈതന്യത്തിന് തുല്യമായി രാജ്യത്തെ സംരക്ഷിക്കുന്ന സൈനികർ, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പാദകർ. കണ്ടില്ലേ? ഒന്ന് മറ്റൊന്നിന്റെ ഒരു കണ്ണാടി പോലെയാണ്. അപ്പോ ഈയൊരു കാഴ്ചപ്പാടിൽ എന്താണ് നീതി? പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം ഉത്തരം വളരെ സിമ്പിളാണ്: യോജിപ്പ്, അല്ലെങ്കിൽ ഹാർമണി. ഒരു വലിയ ഓർക്കസ്ട്ര പോലെ സങ്കല്പിച്ചു നോക്കൂ. വയലിൻ അതിന്റെ ഭാഗം വായിക്കുന്നു, പിയാനോ അതിന്റെ ഭാഗം വായിക്കുന്നു. ആരും മറ്റൊരാളുടെ പണിയിൽ കൈകടത്തുന്നില്ല. അപ്പോഴല്ലേ നല്ല സംഗീതമുണ്ടാകുന്നത്? അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിലും ഒരു രാജ്യത്തും ഓരോ ഭാഗവും അതിൻ്റേതായ ധർമ്മം കൃത്യമായി ചെയ്യുമ്പോൾ അതാണ് നീതി. ഓക്കെ, രാഷ്ട്രത്തിന്റെ തലപ്പത്ത് യുക്തിയാണ് വേണ്ടതെന്ന് നമ്മൾ സമ്മതിച്ചു. അപ്പൊ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും, അല്ലേ? ആരാണ് ഈ യുക്തിയെ പ്രതിനിധീകരിക്കേണ്ടത്? ശരിക്കും ആരാണ് ഒരു രാജ്യം ഭരിക്കാൻ ഏറ്റവും യോഗ്യൻ? ഇവിടെയാണ് പ്ലേറ്റോയുടെ ഏറ്റവും പ്രശസ്തമായ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളുണ്ടാക്കിയതുമായ ഒരു ആശയം കടന്നുവരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു രാജ്യത്തെ മുഴുവൻ നയിക്കാനുള്ള അറിവും വിവേകവും ആർക്കാണുണ്ടാവുക? ഏറ്റവും കൂടുതൽ പണമുള്ളവർക്കോ? അതോ ഏറ്റവും ശക്തരായ സൈനികർക്കോ? അതോ ജനപ്രീതിയുടെ മാത്രം ബലത്തിൽ വരുന്നവർക്കോ? പ്ലേറ്റോയുടെ ഉത്തരം ഇതൊന്നുമല്ലായിരുന്നു. തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. ഇത് വിശദീകരിക്കാൻ വേണ്ടി പ്ലേറ്റോ നമ്മളെ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോവാണ്. ഒരു കഥ പോലെ കേൾക്കണം. അവിടെ കുറേ തടവുകാരുണ്ട്. ജനിച്ചതുമുതൽ അവർ ചങ്ങലയിലാണ്. അവർക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല. അവർക്ക് കാണാൻ കഴിയുന്നത് മുന്നിലുള്ള ഭിത്തിയില് ആടിക്കളിക്കുന്ന കുറേ നിഴലുകൾ മാത്രമാണ്. അവരങ്ങ് വിശ്വസിക്കുകയാണ് ഈ നിഴലുകളാണ് യഥാർത്ഥ ലോകമെന്ന്. എന്നാൽ ഒരു ദിവസം അവരിൽ ഒരാൾ ആ ചങ്ങല പൊട്ടിച്ച് പുറത്തുവരുന്നു. ആദ്യമായി സൂര്യന്റെ വെളിച്ചം കാണുന്നു, യഥാർത്ഥ മരങ്ങളെയും മനുഷ്യരെയും കാണുന്നു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് താൻ ഇത്രയും കാലം കണ്ടിരുന്നത് വെറും മിഥ്യയായിരുന്നു, നിഴലുകൾ മാത്രമായിരുന്നു എന്ന്. പ്ലേറ്റോ പറയാണ്, ഇതുപോലെ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ, അതായത് ആ ഗുഹയിൽ നിന്ന് പുറത്തുവന്ന തത്വജ്ഞാനികൾ, അവരാണ് ഭരിക്കാൻ യോഗ്യർ. പ്ലേറ്റോയുടെ ഈ ആശയം മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ ഉദ്ധരണിയിൽ നമുക്ക് കാണാൻ പറ്റും. തത്വജ്ഞാനികൾ രാജാക്കന്മാരാകുകയോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് തത്വചിന്തയുടെ ആത്മാവും ശക്തിയും ലഭിക്കുകയോ ചെയ്യുന്നതുവരെ നഗരങ്ങൾക്ക് അവയുടെ തിന്മകളിൽ നിന്ന് ഒരിക്കലും രക്ഷയുണ്ടാവില്ല. അതായത് അധികാരവും യഥാർത്ഥ ജ്ഞാനവും ഒരുമിച്ചു വരണം. അപ്പോഴേ നല്ലൊരു സമൂഹമുണ്ടാകൂ. ഇതൊരു വിപ്ലവകരമായ ആശയം തന്നെയായിരുന്നു അന്നും ഇന്നും. പക്ഷേ പ്ലേറ്റോ വെറുമൊരു സ്വപ്നജീവി ആയിരുന്നില്ല കേട്ടോ. എത്ര മികച്ചൊരു രാഷ്ട്രം നമ്മൾ ഉണ്ടാക്കിയാലും മനുഷ്യന്റെ സ്വഭാവം വച്ച് അതെക്കാലവും അങ്ങനെ തന്നെ നിലനിൽക്കില്ലെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതായത് ഏറ്റവും മികച്ച രാഷ്ട്രത്തിനു പോലും കാലം കഴിയുമ്പോൾ ഒരു തകർച്ച ഉറപ്പാണ്. ഈ തകർച്ച വെറുതെ ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. അത് ഘട്ടം ഘട്ടമായാണ് വരുന്നത്. ആദ്യം ജ്ഞാനികൾ ഭരിക്കുന്ന ആ നല്ല രാഷ്ട്രം,
അതായത് ശ്രേഷ്ഠാധിപത്യം. പിന്നീട് അവരുടെ മക്കൾക്ക് ആ ജ്ഞാനമൊന്നും കിട്ടാതെ വരുമ്പോൾ ഭരണം അഭിമാനത്തിനും സൈനിക ശക്തിക്കും പ്രാധാന്യം കൊടുക്കുന്നവരുടെ കയ്യിലാകുന്നു. പിന്നെ ബഹുമാനം പതുക്കെ പണത്തിനു വഴിമാറുന്നു. അപ്പോൾ ഭരണം സമ്പന്നരുടെ കയ്യിലായി. അവരുടെ ദുർഭരണം കാരണം സാധാരണക്കാർ ജനാധിപത്യം കൊണ്ടുവരുന്നു. എന്നാൽ അവിടെ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം കാരണം അരാജകത്വമുണ്ടാകുന്നു. അവസാനം ഈ സാഹചര്യം മുതലെടുത്ത് ഒരൊറ്റയാൾ, ഒരു സ്വേച്ഛാധിപതി ഭരണം പിടിച്ചെടുക്കുന്നു. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടരുമെന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്ലേറ്റോയുടെ വിമർശനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടായേക്കാം. കാരണം നമ്മളിന്ന് ജനാധിപത്യത്തെ അത്രയധികം വിലമതിക്കുന്നുണ്ട്. പക്ഷേ പ്ലേറ്റോയുടെ ഭയം മറ്റൊന്നായിരുന്നു. അറിവിനും മൂല്യങ്ങൾക്കു മുകളിൽ വെറുതെ സ്വാതന്ത്ര്യം എന്നു മാത്രം പറഞ്ഞു നടന്നാൽ ആ സമൂഹത്തിന് അതിന്റെ ദിശാബോധം നഷ്ടപ്പെടും. ആ ഒരവസ്ഥ അവസാനം ഒരു സ്വേച്ഛാധിപതിക്ക് വളരാനുള്ള മണ്ണൊരുക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അപ്പോ ഇത്രയൊക്കെ വിമർശനങ്ങൾ കേട്ടിട്ടും 2400 വർഷങ്ങൾക്കു ശേഷവും നമ്മൾ എന്തിനാണിപ്പോഴും പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അതിന്റെ കാരണം സിമ്പിളാണ്. കാരണം അത് പാശ്ചാത്യ ലോകത്തിന്റെ ചിന്തയുടെ തന്നെ ഒരു അടിസ്ഥാന ശിലയാണ്. റിപ്പബ്ലിക്കിന്റെ പൈതൃകം എന്ന് പറയുന്നത് ഒരു വലിയ സംവാദം തന്നെയാണ്. ഒരു വശത്ത് നോക്കിയാൽ ആളുകൾ പറയും ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന, സ്വേച്ഛാധിപത്യത്തിന് വഴിവെക്കുന്ന ഒരു അപകടകരമായ ആശയമാണെന്ന്. പക്ഷെ മറുവശത്ത് നീതിയെക്കുറിച്ചും നല്ല ഭരണത്തെക്കുറിച്ചും ഒരു മികച്ച ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് പ്രചോദനമായ ഒരു മഹത്തായ പുസ്തകമായും ഇത് നിലനിൽക്കുന്നു. ഈ ഒരു സംവാദം അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം നമ്മൾ തുടങ്ങിയ ഇടത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമുള്ളൊരു പുസ്തകമല്ല. പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നേയല്ല. പുറത്ത് നല്ലൊരു രാജ്യമുണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ഒരു നല്ല രാഷ്ട്രമുണ്ടാകണം. ചുരുക്കി പറഞ്ഞാൽ നല്ല വ്യക്തികളില്ലാതെ ഒരു നല്ല സമൂഹമെന്നത് വെറുമൊരു സ്വപ്നം മാത്രമായിരിക്കും. അപ്പൊ പ്ലേറ്റോ നമ്മളോട് ചോദിക്കുന്ന ആ അവസാനത്തെ ചോദ്യം ഇന്നും വളരെ പ്രസക്തമാണ്. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തൊരു തികഞ്ഞ സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണോ, അതോ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു തികഞ്ഞ ആത്മാവിനെ രൂപപ്പെടുത്തുക എന്നതാണോ? ഒരുപക്ഷേ ഇതിലൊന്ന് മറ്റേതില്ലാതെ സാധ്യമല്ലായിരിക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ചിന്തിച്ചു നോക്കൂ.